സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വർക്ക് ഭയങ്കര സ്പീഡായിരുന്നു, തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ ഇന്ന് നമ്മൾ UG കേബിളിൻ്റെ കണക്ഷൻ ടെർമിനേഷൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ ഫുള്ളായിട്ടില്ലെങ്കിലും മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 400 kVൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 400 kVA ട്രാൻസ്ഫോമർ. ഇതൊക്കെ ഇൻസ്റ്റാളേഷനൊക്കെ ക്ലിയറായി. അതുപോലെ അതിൻ്റെ എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എർത്തിങ്ങിൻ്റെ ഒരു വീഡിയോ നമുക്ക് മറ്റു ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ കേബിളിൻ്റെ ടെർമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ എന്താ ട്രാൻസ്ഫോമറിൽ എർത്തിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കേബിൾ എന്ന് പറയുന്നത് 400 സ്ക്വയർ mm 2 റൺ കേബിളാണ്. അലൂമിനിയം 400 സ്ക്വയർ mm 2 റൺ കേബിൾ. അതെല്ലാം ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രഞ്ചിലൂടെയാണ് നമ്മൾ MSBയിലേക്ക് ഇട്ടിട്ടുള്ളത്. ഈ ട്രഞ്ചിലൂടെ അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ട്രാൻസ്ഫോമറിൻ്റെ സൈഡിൽ നമ്മൾ ഇതിലേക്ക് സോക്കറ്റൊക്കെ അടിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്രിമ്പിംഗ് എല്ലാം കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോക്കറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കറക്റ്റ് അളവെടുത്ത് അത്യാവശ്യം ചെറിയൊരു ടേണിംഗ് എല്ലാം കൊടുത്ത്, കാരണം ഈ ഒരു ബോക്സിൽ നമുക്ക് അധികം ബെൻഡാക്കാനൊന്നും കഴിയില്ല. 400ൻ്റെ കേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹാർഡായിരിക്കും. നല്ല വൃത്തിയിൽ പരമാവധി ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇവിടെ ന്യൂട്രൽ വരുന്നത്, അതുപോലെ 3 ഫേസ് ഇവിടെ വരുന്നത് UV W 2 റൺ ആയതുകൊണ്ട് തന്നെ അന്ന് മുമ്പിൽ അതുപോലെ 2 പൊസിഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ത്രോട്ട് അപ്പുറം ഇപ്പുറം 2 സൈഡിലാക്കിയിട്ട് ചിലരെല്ലാം ചെയ്യുന്നത് കാണാം. അതിനേക്കാളും നല്ലത് ബെറ്റർ സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നതായാൽ ടെർമിനേഷനിലൊക്കെ നല്ല ബെസ്റ്റ് അതാണ്. അതുപോലെ ബ്ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബ്ലാൻഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം ഉണ്ട്. അതുപോലെ ഇവിടെ ഗ്ലാൻഡത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷീൽഡ് റെഡിമെയ്ഡ് ഉണ്ട്. അതാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. രണ്ടിലും ഉണ്ടോ, അത് ഇനി ബോഡിക്ക് കൊടുക്കണം. ഇത് എർത്തുനിന്ന് ലിങ്ക് ചെയ്തിട്ട് ഈ ഗ്ലാൻഡ് എർത്തിന് വേണ്ടി കൊടുക്കണം. ഗ്ലാൻഡ് എർത്ത് മസ്റ്റാണ്. ഇപ്പോൾ പാതി വയലുള്ളത്, പണി ഫിനിഷാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്തതാണ്. അതുപോലെ ന്യൂട്രൽ തൊട്ടടുത്ത് ഇതാണ്. ഇവിടെ ന്യൂട്രൽ ലിങ്ക് ഇങ്ങോട്ട് കൊടുത്ത് ന്യൂട്രൽ സീറ്റിങ്ങുള്ള ഒരു ബോക്സാണ് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. വേറെ തന്നെ ഒരു ബോക്സ് ചെയ്തിട്ട് അതിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ 2 ഇൻസുലേറ്റർ ഇതിന്മേൽ ഫിക്സ് ചെയ്തിട്ട് സ്ട്രിപ്പ് ന്യൂട്രലിൻ്റെ സ്ട്രിപ്പ് ഡയറക്റ്റ് പിച്ചിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. താഴെ അതിന് മുകളിലൂടെ നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ലിങ്ക് ചെയ്യണം. അതായത് ഡബിൾ എർത്തിങ് കൊടുക്കും ന്യൂട്രൽ എർത്ത്. അതായത് ഒന്ന് നമ്മളെ ബോഡി എർത്ത് നിന്ന് എടുത്തിട്ട് ഉണ്ടല്ലോ, ഈ ബോഡി എർത്ത് നിർത്തിട്ട് അത് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കും. അതിന് പുറമെ ഒന്ന് ഡയറക്റ്റ് ന്യൂട്രൽ എർത്ത് ന്യൂട്രൽ പിച്ചിലേക്ക്. അതിപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കണം. ഇതിന് വേണ്ടിയാണ് ഹൈലൈറ്റ് ചെറിയ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ന്യൂട്രൽ സീറ്റ് കണക്ട് ചെയ്യും. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻട്രൻസിൻ്റെ ട്രാൻസ്ഫോമറാണ്, ഞാൻ പറയാൻ വിട്ടുപോയി. 400 kVൻ്റെ ഇൻട്രൻസ് വിത്ത് ലോഡ് ബ്രേക്ക് സ്വിച്ച്. പറയുന്നത് ശരിക്കും ക്ലിയർ ആകുന്നുണ്ടാവില്ല, കാരണം അവിടെ DJ എല്ലാം ഓണായിട്ടുള്ളത്. ടെമ്പറേച്ചർ ഒന്ന് ഓൺ ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വർക്ക് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് കച്ചറായിട്ടുള്ളത്. അതങ്ങനെ താഴേക്കൊന്നും അധികം കാണിക്കാത്തത്. എല്ലാം ഇവിടെയൊക്കെ ഒന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് ഇലക്ട്രിക്കൽ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അവിടെ ചെക്കർ പ്ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അടുത്തുള്ള പോകുമ്പോൾ തന്നെ ഫുൾ കച്ചറായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഈ കേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും ചെയ്യാറുണ്ട്. പിന്നെ ഈ ഗ്ലാൻഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യാത്ത നമ്മളെ യൂട്യൂബിൽ ആദ്യം നമ്മളെ ചാനലിൽ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോയും കാര്യങ്ങളെല്ലാം. ടെർമിനേഷൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോക്കറ്റെല്ലാം ക്രിമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിമ്പിങ് എല്ലാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ അവിടെ ലാറ്റ് സ്പൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അവിടെ ലാറ്റ് സ്പൂള് ഫിക്സ് ചെയ്തിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. AP സ്വിച്ച് അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് വർക്കുകളുണ്ട്. ആ വീഡിയോ നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതിൻ്റെ HTൻ്റെ റൂട്ടാണിത്. ഫുള്ള് കച്ചറായിട്ടുള്ളത്. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ.
അപ്പോൾ നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മളെ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണം. അതുപോലെ അടുത്ത വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് എർത്തിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ പലരും പറയുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ട്രെഞ്ച് ഫുള്ളായിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻസുലേറ്ററിൻ്റെ ഇത് ഫിക്സ് ചെയ്തിട്ടാണുള്ളത്. ഇതിൽ ഫിക്സ് ചെയ്തിട്ടാണ് 32x3 സ്ട്രിപ്പ് ഫുള്ളായിട്ട്. ഏതായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് എർത്തിങ്, അതുപോലെ പാനൽ ബോർഡ്, പിന്നെ AB, ലാറ്റിസ് പോള്, DG അങ്ങനത്തെ വർക്കുകളൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.